ദേ ഈ കിടന്ന് ഫ്രൈ ആവുന്നുണ്ടല്ലോ, നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു വെജിറ്റബിൾ ഫ്രൈ ആണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പമാണ്, എന്നാൽ അതുപോലെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് കുട്ടികളൊക്കെയുള്ള വീട്ടിൽ നോൺ വെജ് അവർക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു ദിവസമൊക്കെ നോൺ വെജില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതേ ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു വെജിറ്റബിൾ ഫ്രൈ ആണ്. വ്ളോഗിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് കുറച്ച് വെണ്ടയ്ക്കയും കോവയ്ക്കയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് വാഷ് ചെയ്തെടുക്കാറുണ്ട്. കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 200 ഗ്രാം വെച്ച് ഈ രണ്ടും ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കണം. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പേരൻസൊക്കെ ഭയങ്കര സെർച്ചിങ്ങിലായിരിക്കും സിമ്പിളായിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളും. പ്രത്യേകിച്ച് ഈ ജോലിക്കൊക്കെ പോകുന്ന പേരൻസൊക്കെ ആകുമ്പോൾ അവർ സിമ്പിളായിട്ടുള്ള റെസിപ്പീസൊക്കെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഉപകാരപ്രദമാവും കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ കോവയ്ക്ക, വെണ്ടയ്ക്ക ഈ 2 ഐറ്റംസ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇനി വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ് അതിലും ഇതുപോലെ പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ വെണ്ടയ്ക്ക കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് കീറുന്നുണ്ട് കേട്ടോ. ആദ്യം വട്ടം വട്ടം കണ്ടിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ വെച്ച് ഒന്ന് കീറി കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, മാക്സിമം നൈസായിട്ട് തന്നെ നീളത്തിൽ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ കട്ട് ചെയ്തപ്പോൾ കുറച്ച് കട്ടിയിൽ കട്ട് ചെയ്തെടുത്തു. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നൈസായിട്ട് തന്നെ സ്ലൈസ് ചെയ്യാനും നോക്കുക കേട്ടോ. അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ചില പോർഷനൊക്കെ ഓവറായിട്ട് കുക്കാവുകയും ചെയ്യും, ചില പോർഷനൊക്കെ ഇങ്ങനെ കുക്കായിട്ട് ഇങ്ങനെ തളു പോലെ കിടക്കും കേട്ടോ. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഫൈനലി ഞാൻ വെണ്ടയ്ക്കയും കോവയ്ക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഈ രീതിയിലാട്ടോ കട്ട് ചെയ്തെടുത്തത്. കുറച്ച് കട്ടി കൂടിപ്പോയി, അതുകൊണ്ട് പ്രശ്നം എൻ്റെ ഫ്രൈയിൽ കാണിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം കട്ട് ചെയ്തെടുക്കുമ്പോൾ തീരെ നൈസായിട്ട് തന്നെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഓരോ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഓപ്ഷനിലാണ്, ഇടാം. ഞാൻ ഇപ്പോൾ ഇടണില്ല കേട്ടോ. കുറച്ച് ഗരം മസാല ഞാൻ 2 മസാല ഇടുന്നുണ്ട് കേട്ടോ. ഒന്ന് ഞാൻ പുറത്തുനിന്ന് മേടിച്ച പാക്കറ്റ് മസാലയും മറ്റൊന്ന് ഞാൻ ഇവിടെ തന്നെ പട്ട, ഗ്രാമ്പൂ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഇട്ട് പൊടിച്ചെടുത്ത മസാലയുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരണം മാത്രം മുളക് പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കുറേശ്ശെയാണ് ഇട്ടിരിക്കുന്നത്, ഓവറായിട്ടൊന്നും ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ആ മസാലയുടെ, വെളിച്ചെണ്ണയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, ഇനി അതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇത് വയ്ക്കാനൊന്നും ടൈമില്ല കേട്ടോ. ഇനി ഞാൻ നേരെ പോയിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നേരെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഞാൻ നാടൻ വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ. നാടൻ വെളിച്ചെണ്ണയിൽ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ, അതിപ്പോൾ ഫ്രൈ ഐറ്റംസ് എന്തും നാടൻ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഞാനത് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ടൈമിൽ ഞാൻ നിങ്ങളോട് ഒരു പ്രത്യേക ഒരു കാര്യം എടുത്ത് പറയുകയാണ്. വേറൊന്നുമല്ല, ഇതിൽ ഒത്തിരി പൊടികളൊക്കെ ചേർത്തേക്കുന്നതാണ്, പ്രത്യേകിച്ച് മസാലപ്പൊടികളൊക്കെ ഒത്തിരി ഇട്ടതാണ്. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, പെട്ടെന്ന് പൊടികളൊക്കെ കത്തി പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലോ സിമ്മിലിട്ടിട്ട് തൊട്ടടുത്ത് തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, അതായത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ നിന്ന് മാറരുത് നിങ്ങൾ. അപ്പോൾ ഞാൻ ഈ ടൈമിൽ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കായപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. എനിക്ക് ഇതിന് മുമ്പ് കായപ്പൊടി ഇട്ട് കൊടുക്കാമായിരുന്നു, പക്ഷെ ഞാൻ അത് മൊത്തത്തിലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആ വെളിച്ചെണ്ണയിലേക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ കായപ്പൊടി ഇങ്ങനെ കിടക്കുമ്പോൾ ഉണ്ടല്ലോ, മൊത്തത്തിൽ ആ വെജിറ്റബിൾസിലേക്ക് ഇങ്ങോട്ട് പിടിച്ചോളും. ഓൾറെഡി അത് കിടന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണയിൽ കിടക്കുമ്പോൾ അതിൽ കായപ്പൊടിയുടെ ഫ്ലേവർ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇതിങ്ങനെ തൊട്ടടുത്ത് നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് കോവയ്ക്കൊക്കെ കുറച്ച് കുക്കായി വരാൻ ഇത്തിരി താമസമുണ്ട്. ഓൾറെഡി ഞാനിത് കട്ട് ചെയ്തപ്പോൾ കുറച്ച് കട്ടി കൂട്ടിയിട്ടാണ് കട്ട് ചെയ്തത്. അങ്ങനെ കട്ടി കൂടിയതുകൊണ്ട് തന്നെയാണ് ഇത് കുക്കായി വരാൻ കുറച്ച് ടൈം എടുക്കുന്നത്. നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്യുന്തോറും നമുക്കത് വേഗം കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ഇതൊന്ന് മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് തുടങ്ങി മുതിർന്നവർക്ക് വരെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ ഫ്രൈ ആക്കി ഇതേ ഫൈനലി അത് കുക്കായി വന്നിട്ടുണ്ട്.
അപ്പോൾ വെണ്ടയ്ക്കയൊക്കെ തീരെ നൈസായിട്ട് സ്ലൈസ് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വരും കേട്ടോ. അത് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ ദേ ഇതിൻ്റെ അടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഫ്രൈ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ ടൈമിലാണ് സത്യം പറഞ്ഞാൽ ഈ പൊടികളൊക്കെ കരിയാനുള്ള ഒരു ചാൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യണം. കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റിന് തന്നെ മാറ്റം വരും. അങ്ങനെ ഫൈനലി വെണ്ടയ്ക്കയും കോവയ്ക്കൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കയ്യിലേക്ക് കോരി എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വെളിച്ചെണ്ണ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഊറ്റിക്കളയാൻ വേണ്ടിയിട്ടും കൂടിയാണേ. അപ്പോൾ അതേ എല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ഫസ്റ്റ് ട്രിപ്പിലാണ് ഇത്രയും ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. തുടക്കത്തിൽ ഇട്ടപ്പോൾ ഒത്തിരി ഉള്ളതുപോലെ എനിക്ക് തോന്നി, പക്ഷേ ഫ്രൈ ചെയ്ത് വന്നപ്പോൾ എനിക്ക് കുറച്ചായിട്ടേ കിട്ടിയുള്ളൂ. അങ്ങനെ അതേ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ട്രിപ്പിൽ എനിക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിലും ഇട്ടപ്പോൾ ഇതുപോലെ തന്നെ കെയർ കൊടുക്കണം. ലോ സിമ്മിൽ ഇട്ടിട്ട് അവിടെ തന്നെ നിന്നുകൊണ്ട് തന്നെ അതും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ട്രിപ്പാണ് പോയി കാണിക്കുന്നത്. അപ്പോൾ തന്നെ വെണ്ടയ്ക്കയും കോവയ്ക്കൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ വെണ്ടയ്ക്കൊക്കെ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അത് മാക്സിമം നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നീളത്തിൽ നൈസായിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ക്രിസ്പിനെസ് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. ഇത് ഞാൻ വട്ടത്തിലൊക്കെ കട്ട് ചെയ്ത് ഇട്ടതുണ്ടല്ലോ, അത് ഫ്രൈ ചെയ്ത് വന്ന് കുറച്ച് ചൂടാറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ തളുതളുന്നായിപ്പോയേ. അപ്പോൾ ഇതുപോലെ നീളത്തിലൊക്കെ കട്ട് ചെയ്ത് എടുക്കണതൊക്കെ ഉണ്ടല്ലോ നമുക്ക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ക്രിസ്പിനെസ് കേട്ടോ. അപ്പം നിങ്ങൾ മാക്സിമം ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈ കുഴിയുള്ള ചട്ടി ഉണ്ടല്ലോ, ചീനച്ചട്ടി, അതിൽ മാക്സിമം മുക്കി പൊരിച്ചെടുക്കുക കേട്ടോ. ഞാനിങ്ങനെ ഫ്രൈ പാൻ ഒരു പരന്നതായതുകൊണ്ട് എനിക്ക് അതിൽ വെളിച്ചെണ്ണ ഉൾക്കൊള്ളിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടൊക്കെ വന്ന പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു ചട്ടി, അതായത് ചീനച്ചട്ടിയിൽ ഫ്രൈ ആക്കിയൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ അവിടെ തൊട്ടടുത്ത് നിന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് എടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളിയാണ്. ചോറിന് വേറെ ഒരു കറിയും വേണ്ട മക്കളെ, ഇത് മാത്രം മതി. ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും അവർക്ക് ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് ഈസി ആയിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ ജോലി സ്ഥലത്തൊക്കെ നിൽക്കുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയുള്ള മക്കളെ, എല്ലാവർക്കും ഓക്കെ, ബൈ.